Good morning, Bangalore. ഞാനിപ്പോൾ ഉള്ളത് ബാംഗ്ലൂരിലെ മാറത്തള്ളിയിലാണ്. ട്രാഫിക് ബ്ലോക്കിൽ പെട്ട് കിടക്കുക. ഓഫീസിലേക്ക് ഇറങ്ങിയ ഷാജിയങ്കള് എന്നെ ഇന്ന് ഡ്രോപ്പ് ചെയ്യാന്ന് പറഞ്ഞു. ഞാൻ 2 ദിവസമായിട്ടോ ബാംഗ്ലൂർ എത്തിയിട്ട്. ഒരു ഒഫീഷ്യൽ മീറ്റിങ്ങിന് വന്നതാ. അതൊക്കെ നല്ല സക്സസ്ഫുൾ ആയിട്ട് കഴിഞ്ഞു. ഇന്നത്തെ ദിവസം ഉടുപ്പി ഗാർഡനിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് തുടങ്ങാം. മാറത്തള്ളി ബ്രിഡ്ജിന് ശേഷമുള്ള സ്പൈസ് ഗാർഡൻ ബസ് സ്റ്റോപ്പിൻ്റെ വളരെ അടുത്തായിട്ടുള്ള ഉടുപ്പി ഗാർഡനിലാണ് ഇന്ന് നമ്മൾ വന്നേക്കുന്നത്. ഒരുപാട് മലയാളികളുള്ള ഒരു ഏരിയയും കൂടിയാണിത്. കേരളത്തിലെ ഷൊർണൂരിൽ നിന്നും നിങ്ങളുടെ മസാല ദോശ കഴിക്കാൻ വേണ്ടി മാത്രം ട്രെയിൻ പിടിച്ച് ബാംഗ്ലൂരിലേക്ക് എത്തിയതാണ് ഞാനെന്ന് പറഞ്ഞപ്പോൾ ഇവിടെയുള്ള സ്റ്റാഫ്സ് ഞെട്ടിപ്പോയി. ഉടനെ തന്നെ അടുക്കളയിലേക്ക് കയറി വ്ളോഗ് എടുക്കാനുള്ള പെർമിഷൻ തന്നു. അതുപോലെ തന്നെ ഇവരുടെ AC സർവീസ് ഹാളിൽ ഇരുന്നിട്ട് സ്വസ്ഥമായിട്ട് വീഡിയോ ചെയ്തോളൂ എന്നും പറഞ്ഞു. എന്ന് വിചാരിച്ചിട്ട് ഇത് ഇവരുടെ പ്രൊമോഷണൽ വീഡിയോ ഒന്നും അല്ല കേട്ടോ. ഇവരെനിക്ക് ഫ്രീ ആയിട്ട് ഫുഡും തരുന്നില്ല. ഞാൻ കഴിക്കാൻ പോകുന്ന മസാല ദോശയുടെ ബില്ല് ഇതാണ്, 110 രൂപ. ഇവിടങ്ങളിലൊക്കെ ഭക്ഷണം കഴിക്കുന്നതിന് മുന്നേ തന്നെ ബില്ല് ചെയ്യണമല്ലോ. ഗീ മസാല ദോശ കൂടെ തേങ്ങാ ചട്നിയും അതുപോലെ തന്നെ കർണാടക സ്പെഷ്യൽ സാമ്പാറും. നമ്മളിപ്പോൾ ഗീ മസാല ദോശയാണ് വാങ്ങിയത്. അതായത് ഗീ റോസ്റ്റും മസാല ദോശയും കൂടി ചേർന്നിട്ടുള്ള ഒരു ഫ്ലേവർ. ഗീ അത്യാവശ്യം നല്ലോണം ഇട്ടുണ്ട്. അല്ലെങ്കിൽ ഇവരുടെ ഉടുപ്പി ഹോട്ടൽസിലൊക്കെ തന്നെ ഇങ്ങനെയാണ്. നമ്മൾ ഈ അടുത്ത് ഉടുപ്പി യാത്ര നടത്തിയപ്പോൾ കഴിച്ചിരുന്നല്ലോ. പക്ഷേ അവിടുത്തെ മസാല ദോശേനേക്കാളും വലുപ്പമുണ്ട്, കൂടുതലാണ് ഇവിടെ. ഓഫ് കോഴ്സ് റേറ്റും കൂടുതലാണ്. അവിടെ എനിക്കൊന്ന് 70 ആയിരുന്നു, 110 രൂപയാണ്. ഒരു മസാല ദോശ കൊണ്ട് മാത്രം വയറ് നിറയാത്ത ആളാണ് പൊതുവേ ഞാൻ. പക്ഷേ ഇന്നിപ്പോൾ എനിക്ക് കുറച്ച് ജലദോഷവും കാര്യങ്ങളൊക്കെ ഉണ്ട്. പൊതുവെ ജലദോഷം ആകുമ്പോൾ വിശപ്പ് കൂടുന്നതാണ് പറയാം. പക്ഷേ ഇന്ന് വിശപ്പ് കുറച്ച് കുറവാണ്. നമുക്ക് ദോശ സാമ്പാറായിട്ട് കഴിച്ചു നോക്കാം. കർണാടകയിലെ സാമ്പാറിൻ്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ വെറുതെ വേണമെങ്കിൽ കുടിക്കാം. ഒരു മൈൽഡ് മധുരമാണ്. ഈ ദോശയുടെ കൂടെ നല്ല കോമ്പിനേഷനാണ്. ഒരു പുതിന ചട്നി കൂടി ഉണ്ടായിരുന്നു ഈ പൊളിച്ചാണ്. വെളിച്ചത്തിന് ഓപ്പോസിറ്റിലായിരിക്കുന്നുണ്ട്. ഞാൻ നേരെ തിരിച്ചായിരുന്നു. നല്ല തൃപ്തിയോടുകൂടി ഞാൻ ഇറങ്ങി. അതുകൊണ്ട് തന്നെ എൻ്റെ മുഖത്തൊരു പുഞ്ചിരി ഉണ്ടായിരുന്നു. അങ്ങനെ ഞാൻ ബാംഗ്ലൂർ നഗരത്തിൻ്റെ തിരക്കുകളിലേക്ക് പോവുകയാണ്.
നിങ്ങൾ ചിലർക്കെങ്കിലും തോന്നിയിട്ടുണ്ടാവും ഞാൻ എന്തുകൊണ്ട് ചായയോ കാപ്പിയോ ഒന്നും കുടിച്ചില്ല എന്ന്. ഓൾറെഡി ഇന്ന് രാവിലെ ഒരു ചായ കുടിച്ചതാണ്. മാത്രമല്ല കുറച്ച് ജലദോഷം ഉള്ളതുകൊണ്ട് ചായയും കാപ്പിയും ഒന്നും കുടിക്കാൻ തോന്നുന്നില്ല. ഈ വഴിയിൽ ഇളനീര് കണ്ടപ്പോൾ അതൊന്ന് വാങ്ങി കുടിച്ചാലോ എന്ന് തോന്നി. അപ്പോഴാണ് എൻ്റെ ബാഗിൽ ഒരു ORS ഇരിക്കുന്ന കാര്യം ഞാൻ ഓർത്തെ. അതങ്ങ് കുടിച്ചു. നമ്മൾ മലയാളികളുടെ പൊതുവായിട്ടുള്ളൊരു വികാരമാണല്ലോ മന്തി. ഈ ഉടുപ്പി ഗാർഡൻ റെസ്റ്റോറൻറ്റിൻ്റെ തൊട്ടടുത്തായിട്ട് തന്നെ നഹദീം മന്തി റെസ്റ്റോറൻറ്റിൻ്റെ ഒരു ഔട്ട്ലെറ്റ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. കുറച്ചായിട്ടുള്ളൂ സ്റ്റാർട്ട് ചെയ്തിട്ട്. അപ്പോൾ ഇത് വരുന്നത് മാറത്തള്ളിയിലാണ് കേട്ടോ. ലൊക്കേഷൻ ഡീറ്റെയിൽസ് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. ബാംഗ്ലൂർ അതൊരു സ്ഥലമല്ല, ഒരു ഫീലാണ്. എത്ര തവണ നാട്ടിലേക്ക് പോയാലും എത്ര തവണ നാട്ടിൽ തന്നെ നിന്നാ മതിയെന്ന് തീരുമാനിച്ചാലും അറിയാതെ ഒരു ദിവസം വീണ്ടും ബാംഗ്ലൂരിലേക്കുള്ള ടിക്കറ്റ് ബുക്ക് ചെയ്തിട്ടുണ്ടാവും. കാരണം ഈ നഗരത്തിൽ നമ്മൾ ചിലവഴിച്ചത് സമയം മാത്രമല്ല, ഉറക്കമില്ലാത്ത രാത്രികളുണ്ട്, കയ്യിൽ കാശില്ലാത്ത ദിവസങ്ങളുണ്ട്, പക്ഷെ അതിനേക്കാൾ കൂടുതൽ ചിരികളുണ്ട്. ജീവിതത്തിൽ ആദ്യമായി സ്വന്തമെന്ന് തോന്നിയ ചില നിമിഷങ്ങളുണ്ട്. അതാണ് ബാംഗ്ലൂർ. ബാംഗ്ലൂർ ഒരു നഗരമല്ല, ഒരിക്കൽ ജീവിച്ചാൽ വീണ്ടും വീണ്ടും റീപ്ലേ ആകുന്ന ഒരു ഓർമ്മയാണ്. ഞാൻ ഒരുപക്ഷെ 2018 ടിക്ടോക്ക് ചെയ്യുന്ന കാലത്ത് തന്നെ യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ടുണ്ടായിരുന്നെങ്കിൽ എൻ്റെ ആദ്യത്തെ വ്ളോഗുകളിലൊക്കെ തന്നെ മാറത്തള്ളി ഇടാൻ പറ്റിയേനെ. പക്ഷേ അന്നൊന്നും നമ്മൾ വ്ളോഗിങ് തുടങ്ങിയില്ല. കലാമന്ദിർ എന്നൊരു പ്രസിദ്ധമായിട്ടുള്ള വസ്ത്രാലയം ഉള്ളതുകൊണ്ട് തന്നെ ഈ ഒരു സ്ഥലത്തിന് കലാമന്ദിർ ബസ് സ്റ്റോപ്പ് എന്നാണ് പേര്. ഇവിടെ അടുത്തായിട്ടൊരു അമ്പലമുണ്ട്. ഞാൻ 2018-19 കാലഘട്ടത്തിലാണ് മാറത്തള്ളിയിൽ താമസിച്ചിരുന്നത്. ആ സമയത്ത് ഈ ഒരു ക്ഷേത്രത്തിൻ്റെ പണി നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. ഇപ്പോൾ ഈ ക്ഷേത്രത്തിൽ വന്ന് തൊഴാനുള്ളൊരു ഭാഗ്യം കിട്ടി. ഹനുമാൻ സ്വാമി ക്ഷേത്രമാണ്. ക്ഷേത്രത്തിലേക്ക് വന്നപ്പോൾ തന്നെ എനിക്കൊരു ലഡ്ഡു പ്രസാദവും കിട്ടി. അത് കഴിച്ചു. ബാംഗ്ലൂർ ഒരുപാട് ക്ഷേത്രങ്ങളിൽ പോയിട്ടുണ്ട്, വ്ളോഗ് എടുത്തിട്ടുണ്ട്. അക്കൂട്ടത്തിൽ ഇതും പ്രസന്ന ആഞ്ജനേയ സ്വാമി ക്ഷേത്രം. ഇവിടുത്തെ തന്ത്രിമാരിൽ പലരും തെലുങ്കാണ് സംസാരിക്കുന്നത്. എഴുത്തിൻ്റെ കാര്യത്തിൽ തെലുങ്കും കന്നഡയും എനിക്ക് മാറിപ്പോവും. പക്ഷേ സംസാരത്തിൽ നിന്ന് എനിക്ക് പെട്ടെന്ന് തെലുങ്ക് മനസ്സിലാവും. ഇത് കലാമന്ദിർ മാറത്തള്ളിയിലെ പ്രധാനപ്പെട്ട ഒരു ജംഗ്ഷനാണ്. ഹെബ്ബാൾ ഭാഗത്തു നിന്ന് വരുന്ന വണ്ടികൾ മാറത്തള്ളി വഴി സിൽക്ക് ബോർഡ് ഭാഗത്തേക്കും അതുപോലെ വൈറ്റ് ഫീൽഡ് ഭാഗങ്ങളിലേക്കും വേർതിരിയുന്നത് ഈ ഒരു ജംഗ്ഷനിൽ നിന്നാണ്. അപ്പം നമുക്ക് പോകാനുള്ള ബസ് വന്നിട്ടുണ്ട്. ഇനി ഞാൻ പോകുന്നത് ബാബൂസ പാളയയിലേക്കാണ്. അടിയാണ് ഈ ഒരു ഗണേശ ശില്പത്തിൻ്റെ ഉയരം. ഈ ഒരു സ്ഥലം വരുന്നത് ബാംഗ്ലൂർ ഹെബ്ബാളിനൊക്കെ അടുത്തായിട്ട് ബാബൂസ പാളയ എന്ന് പറയുന്ന സ്ഥലത്താണ്. ഇതിലൂടെ യാത്ര ചെയ്യുന്ന പലരും നോട്ടീസ് ചെയ്തിട്ടുണ്ടാവും. കാരണം നമ്മൾ ഇതിൻ്റെ റോഡിലൂടെ പോകുമ്പോൾ ദൂരെ നിന്ന് തന്നെ ഈ ഒരു ഗണേശ വിഗ്രഹം കാണാൻ സാധിക്കും. (2018) മെയ് മാസത്തിൽ ഒരിക്കൽ ഹെബ്ബാളിൽ നിന്നും സിൽക്ക് ബോർഡിലേക്ക് ബസ്സിൽ യാത്ര ചെയ്യുമ്പോഴാണ് ഈ ഒരു ഗണേശ വിഗ്രഹം ഞാൻ ആദ്യമായിട്ട് കാണുന്നത്. അന്നോട്ടേ ഞാൻ വിചാരിക്കുന്നതാണ് ഒരു തവണ ഇവിടെ ബസ് ഇറങ്ങിയിട്ട് ഈ ക്ഷേത്രത്തിലേക്ക് വരണമെന്ന്. ക്ഷേത്രത്തിൻ്റെ പുറകിലായിട്ട് തന്നെ നാഗക്ഷേത്രമുണ്ട്. കൂടുതലും ഉത്തരേന്ത്യക്കാരാണ് ഞാൻ അവിടെ കാണാൻ സാധിച്ചത്. അതിനും പുറകിലായിട്ട് 18 പടിയോടുകൂടിയ ഒരു അയ്യപ്പ ക്ഷേത്രമുണ്ട് ശബരിമല മാതൃകയിൽ. അങ്ങനെ നമ്മൾ ഉദ്ദേശിച്ച കാര്യങ്ങളൊക്കെ നടന്നു. ഇനിയുള്ള യാത്ര KR പുരത്തേക്കാണ് ഓട്ടോയിൽ. അപ്പം നമ്മൾ രാവിലെ തൊട്ടിപ്പോൾ കാറിലും ഓട്ടോയിലും ബസ്സിലും നടന്നിട്ടൊക്കെ യാത്ര ചെയ്തു. ഇനി കുറച്ച് കഴിഞ്ഞാൽ യാത്ര ട്രെയിനിലാവും. മറ്റെങ്ങോട്ടുമല്ല, നമ്മുടെ നാട്ടിലേക്ക്. അപ്പോൾ തൽക്കാലം ബാംഗ്ലൂർ നഗരത്തിനോട് വിട പറയാനുള്ള സമയമായി. ഉടനെ തന്നെ തിരിച്ചു വരാം അല്ലേ? അപ്പോൾ ഈ ഒരു വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് പ്രതീക്ഷിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുന്ന കാര്യവും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യവും ഒന്ന് പരിഗണിക്കുക.